നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇത് പലരും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ചെയ്യണ ഒരു ടോപ്പിക്കാണ്. പലരും ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാറുണ്ട് ഈ സിമ്പിൾ ടോപ്പിക്കിനെ. അപ്പോൾ നമുക്കിത് എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് എന്താ, ഇപ്പോൾ 1000 റുപ്പീസിനാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് കൂട്ടും. 1000 റുപ്പീസിനാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് 10% പെർ ആനത്തിലാണെന്ന് വിചാരിക്കുക. 10% പെർ ആനത്തിലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇയറിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക്? 1000ൻ്റെ 10%. ഒരിക്കലും ഇതിനെ 10/100 × 1000 എന്നൊന്നും എഴുതി സമയം കളയരുത്. 1000ൻ്റെ 10% കാണാൻ 1 ഡെസിമൽ നീക്കി കുത്തിട്ടാൽ മതി. 10% കാണാൻ 1 ഡെസിമൽ നീക്കി കുത്തിടുക. 1% കാണാൻ 2 ഡെസിമൽ നീക്കി കുത്തിടുക. 0.1 കാണാൻ 1 ഡെസിമലും കൂടി നീക്കി കുത്തിടുക. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ പ്രോബ്ലം അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇയറിൽ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ, SIയിലാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 100 രൂപ കിട്ടും. അടുത്ത കൊല്ലവും നമുക്ക് എത്ര കിട്ടും? 100 രൂപ തന്നെ കിട്ടും. അടുത്ത കൊല്ലവും എത്ര കിട്ടും? 100 കിട്ടും. ഇതാണല്ലോ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഐഡിയ. പക്ഷേ അതേസമയം ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെന്ന് വിചാരിക്കുക. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെന്ന് വിചാരിച്ചു നോക്കിയേ. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് CIയിലാണെന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് എത്ര കിട്ടും? 10% തന്നെ കിട്ടും. 1000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 100 രൂപ എന്ന് പറയും അല്ലേ? അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ബേസിക് മീനിങ് എന്താ? പലിശയ്ക്കും പലിശ കിട്ടും. അപ്പോൾ ഇക്കൊല്ലം ഇത് 1000 രൂപയാണ് നമ്മൾ ഇട്ടെങ്കിൽ അടുത്ത കൊല്ലം ഇത് എത്രയാവും? 100 രൂപ ഇൻട്രസ്റ്റും കൂടിയും കൂട്ടി ഇത് എത്രയാവും? 1100 ആവും. മനസ്സിലായ? ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഈ 1100 ഇനി അടുത്ത കൊല്ലം നമുക്ക് കിട്ടുക എത്രയാ? ഇതിന് 10% കൂടിയും ചേർത്താൽ. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 1100 പ്ലസ് 10% എന്ന് പറയുമ്പോൾ 110 കൂടിയും എന്ത് ഏഡാവും? 110 കൂടിയും ഏഡാവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മുടെ പ്രിൻസിപ്പൾ 1000 ആയിരുന്നു. പക്ഷെ നമുക്ക് അടുത്ത വർഷം ഇൻട്രസ്റ്റ് മാത്രമായിട്ട് എത്ര കിട്ടി? 210 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത വർഷമാണെന്ന് വിചാരിക്കൂ. 1210-ന് 10% ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ 1210-ന് 10% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 121. അപ്പോൾ അടുത്ത വർഷം ഒരു 121 രൂപയും കൂടി കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയണത് എത്രയാവും? 1331 ആവും. അപ്പോൾ 331 രൂപ അടുത്ത വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. ആദ്യത്തെ വർഷം 100 കിട്ടി, രണ്ടാമത്തെ വർഷം 210 കിട്ടി ഇൻട്രസ്റ്റ് ആയിട്ട്, മൂന്നാമത്തെ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കിട്ടി? 331 കിട്ടി. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കിത് ഒരു 2-3 മെത്തേഡ്സ് ഇതിൽ ചെയ്യാം. എങ്ങനെയൊക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ, നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണേ? വാട്ട് വിൽ ബി ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് 2 ഇയർ? 2 വർഷത്തേക്ക് 10% ആനുവൽ റേറ്റിൽ 7000 രൂപ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നൈസായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് വെച്ച് ചെയ്യണതാണ്. അപ്പോൾ 2 വർഷം 10%, 10% കൂടി, അതിന് 10% കൂടി. അതിൻ്റെ മീനിങ് എന്താ? സക്സസീവായിട്ട് 10% കൂടുന്നു എന്നല്ലേ? പേഴ്സൻറ്റേജിലും പ്രോഫിറ്റ് ആൻഡ് ലോസിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കണം, സക്സസീവിൻ്റെ മെത്തേഡ്സ്. അപ്പോൾ സക്സസീവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഇക്വേഷൻ പോലെ എന്ന് പറയാം. A + B + AB / 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പേസ് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 വർഷത്തേക്ക് ആയതുകൊണ്ട് ഈ ഇക്വേഷൻ 3 വർഷത്തേക്ക് അത് അങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2ൻ്റെ കാര്യം നോക്കാം. അപ്പോൾ
10% ആദ്യത്തെ വർഷം പ്ലസ് 10% രണ്ടാമത്തെ വർഷം, ഇനി രണ്ടും കൂടി 10 × 10/100. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് എത്ര വന്നു? 10 10 20 വന്നു. 20 പ്ലസ് 1 വന്നു. നമ്മുടെ ആൻസർ എത്ര കിട്ടി? 21 കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? 21% ഓഫ് 7000 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പേഴ്സൻറ്റേജ് എന്ന് കണ്ടു കഴിഞ്ഞാൽ 21/100 ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതും 2 0 കട്ട് ചെയ്തു. ഇനി 70 × 21 ചെയ്താൽ മതി. 7 14 0. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 1470 എന്ന് നമുക്ക് ആൻസർ കിട്ടി. കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ്. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വളരെയധികം നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് ഈ മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്സ് കൺവെൻഷണലായിട്ട് ചെയ്യാൻ നിൽക്കാണ്ട് ഇങ്ങനെ ട്രിക്കുകൾ നന്നായി പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മാർക്ക് കുറേ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനും പറ്റും. അതാണ് മാത്സിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് വേറൊരു മെത്തേഡിൽ നോക്കാം. റേഷ്യോ മെത്തേഡിന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 2 ഇയറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1. 3 ഇയറിൻ്റെ എന്ന് പറയുമ്പോൾ 3 3 1. 4 ഇയറിൻ്റെ എന്ന് പറയുമ്പോൾ 4 6 4 1. അപ്പോൾ ഇതാണ് നമ്മുടെ റേഷ്യോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് 2 ഇയറിൻ്റെയാണ്. 3 ഇയറിൻ്റെയും 4 ഇയറിൻ്റെയും വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 2 ഇയർ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താ? 7000ൻ്റെ 10%. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് 10% കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ഡെസിമൽ നിങ്ങൾക്ക് കുത്തിട്ടു. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വന്നു? 700 എന്നല്ലേ വരണേ? 700 അല്ലേ വരണേ? 700 ആണല്ലോ. ഒരു മിനിറ്റ്. 700 ആണല്ലോ വരണേ. 700 ആണല്ലോ വരണേ. 700. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ അടുത്തത് ഇനി നമ്മൾ 1ൻ്റെ അവിടുത്തെ വാല്യൂ എഴുതണം. ഇനി 700ൻ്റെ 10% എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 70. നമ്മൾ ചെയ്യേണ്ടത് 2 × 700 പ്ലസ് 1 × 70. ഇതൊക്കെ സ്റ്റെപ്പ് എഴുതേണ്ട, ഡയറക്റ്റ് ചെയ്യാം. 1400 പ്ലസ് 70 എത്ര കിട്ടി? 1470 കിട്ടി. ഇങ്ങനെയും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. റേഷ്യോ മെത്തേഡിൽ ചെയ്യണവരുണ്ടാവും. അപ്പോൾ റേഷ്യോ മെത്തേഡിലും ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പം പേഴ്സൻറ്റേജ് മെത്തേഡാണ്. ചില പ്രോബ്ലങ്ങൾ പേഴ്സൻറ്റേജ് പോവില്ല. അപ്പോൾ റേഷ്യോ ചെയ്യേണ്ടി വരും. ഇനിയും ഒരു മെത്തേഡ് ഉണ്ട്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ക്യൂബൊക്കെ അറിയണം. 2 ഇയർ ആണെങ്കിൽ സ്ക്വയർ ചെയ്യുക, 3 ഇയർ ആണെങ്കിൽ ക്യൂബ് ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. നമുക്ക് ഇത് 2 ഇയറിൻ്റെ അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലൻ്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1/10 അല്ലെങ്കിൽ 10/100 കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 1/10 കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ, ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് എന്ത്? എമൗണ്ട്. കുഴപ്പമില്ലല്ലോ. പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? എമൗണ്ട് കിട്ടും. ആർക്കും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ റേഷ്യോയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 10 എന്ന് എഴുതി, 11 എഴുതി. ആദ്യത്തെ വർഷത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. 10 11. രണ്ടാമത്തെ വർഷമാകുമ്പോൾ എന്തായി? 10 11. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൾ എത്ര വന്നു? 100 എന്ന് വന്നു. 100 അല്ലേ വരണേ? 10 × 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. കുഴപ്പമില്ലല്ലോ. ഇനി ഇപ്പുറത്ത് 11 × 11 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 121 അല്ലെങ്കിൽ 11ൻ്റെ സ്ക്വയർ അത് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട്. ഈ 100 എന്ന് പറയണതാണ് എന്ത്? 7000. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഫാക്ടർ എത്ര വരും? 70 വരും. ഈ ഫാക്ടർ എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കണവർക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. എക്സും വൈ ഉപയോഗിക്കാണ്ട് നമുക്കിങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു റേഷ്യോ വരെ ഒരു സൈഡിൽ ഒരു ഏതെങ്കിലും ഒരു ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത സൈഡിൽ എന്ത് ചെയ്യണം? അതേ സാധനം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 70 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി?
8470 കിട്ടി. അപ്പോൾ പ്രിൻസിപ്പൽ 7000, എമൗണ്ട് 8470 കിട്ടി. അപ്പോൾ പ്രിൻസിപ്പൾ എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൾ കുറച്ച് കഴിഞ്ഞാൽ 1470 നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ ചോദ്യം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ്, ഇനി എമൗണ്ട് ആണെങ്കിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു 3 മെത്തേഡിൽ ഇത് ചെയ്യാൻ പഠിച്ചില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലങ്ങൾ ഈ ഒരു മെത്തേഡുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ടൈം കൺസ്യൂമിങ് കുറയ്ക്കാം, നമുക്ക് കുറേ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എ സം ഓഫ് 5000 വാസ് ഇൻവെസ്റ്റഡ് അറ്റ് എ റേറ്റ് ഓഫ് 8% പെർ ആനം കോമ്പൗണ്ടഡ് ആൻഡ് ആനുവലി. അപ്പോൾ 5000 രൂപ 8% കോമ്പൗണ്ടഡ് ആനുവലിയിൽ ചെയ്യണം. ഫൈൻഡ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇഫ് ദ മണി വാസ് ഇൻവെസ്റ്റഡ് ഫോർ 18 മന്ത്. അപ്പോൾ 18 മാസത്തെ കാര്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വർഷം, അപ്പോൾ ഈ 18 മാസം എന്ന് പറയുമ്പോൾ ഒരു വർഷം 6 മാസമാവില്ല. അപ്പോൾ ആദ്യത്തെ വർഷം 8% പെർ ആനത്തിലാണ് കോമ്പൗണ്ട് ചെയ്യണത്, കുഴപ്പമൊന്നുമില്ല, ഇൻട്രസ്റ്റ് അത് തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ എന്താ, 6 മാസത്തേക്ക് എത്ര ഇൻട്രസ്റ്റ് ആണ് കറക്റ്റായി തന്നിട്ടുള്ളത്. അപ്പോൾ 12 മാസത്തേക്ക് 8% ആണെങ്കിൽ നമുക്ക് വേണ്ടത് 6 മാസത്തേക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തൂടെ. എത്രയാവും? 12 മാസത്തേക്ക് 8 ആണെങ്കിൽ 12/2 ചെയ്തപ്പോൾ 6 ആയി. അപ്പോൾ എത്രയാവും? ഇവിടെയും /2 ചെയ്യുമ്പോൾ 4 ആവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്ര കിട്ടി? 4% ആണ് ഈ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് സക്സസീവിൻ്റെ ഫോർമുലയിലേക്ക് ഇടാം. 8 + 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 12 കിട്ടി. 12 + 32/100. അപ്പോൾ നമുക്ക് എത്ര വന്നു? 12.32% ഓഫ് 5000 എന്ന് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയ 12.32% ഓഫ് 5000 കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 5000 12.32% കാൽക്കുലേറ്റ് ചെയ്യണം. 12.32% ഓഫ് 500 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഈസി ആയിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5000ൻ്റെ 10% കാണാമെന്ന് പറഞ്ഞാൽ എത്രയത്? 500 ആണ്. ഒരു ഡെസിമൽ നീക്ക് കൊടുത്തിട്ടത്. ഇനി 2% എങ്ങനെ കാണും? 2% കാണാൻ എന്താ ചെയ്യുക? 10% ഇത്രയാണ്. അപ്പോൾ 1% എത്ര കിട്ടി? 50 കിട്ടി. 1% 50 ആണെങ്കിൽ 2% 100 ആവുമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ 600 കിട്ടി. 600 വരെ ഉണ്ട്. ഇനി 0.3% കാൽക്കുലേറ്റ് ചെയ്യണം. 1% 50 ആണെങ്കിൽ 0.1% എന്ന് പറയുമ്പോൾ 5 അല്ലേ. നമുക്ക് വേണ്ടത് 0.32 ആണ്. അപ്പം നമുക്ക് എത്രയെന്ന് കിട്ടി? 0.1% 5 ആണെങ്കിൽ 0.3% എന്ന് പറയുമ്പോൾ അതൊരു 15 ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ആൻസർ എത്രയ്ക്ക് വന്നു? 615 വന്നു. നമുക്ക് ഓപ്ഷനിൽ എവിടം വരെ ഉണ്ട്? ഇനി ഒരു 0.02 കൂടി ഉണ്ട്. അപ്പോൾ അത് ചെയ്താലും നമുക്ക് ഓപ്ഷൻസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അത്ര അടുത്തൊന്നും അല്ല, നല്ല ഗ്യാപ്പിലാണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര എന്ന് കിട്ടി? 616 കിട്ടി. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയണ്ട. അല്ലെങ്കിൽ 12.32/100 × 5000 അങ്ങനെയൊക്കെ ചെയ്താൽ സമയം പോകും. നമുക്ക് പെർസെൻറ്റേജ് ഉള്ള പ്രോബ്ലങ്ങൾ മാക്സിമം പെർസെൻറ്റേജിൻ്റെ യൂസ് ചെയ്യണതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് സം ഫോർ 7200 രൂപ 2/5 ഇയർ അറ്റ് 20% പെർ ആനം കോമ്പൗണ്ടഡ് ഇയർലി. അപ്പോൾ നമുക്കിത് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 2 വർഷം 20% നേരത്തെ പ്രോബ്ലം പോലെ തന്നെ 20% വെച്ച് 2 വർഷം എഴുതണം. 20 + 20 + 20 സ്ക്വയർ ബൈ 100. അപ്പോൾ ഇവിടെ എത്ര വന്നു? 44. 20 40, 20 സ്ക്വയർ 400, 400ൻ്റെ /100 ചെയ്തപ്പോൾ 2 0 പോയി 44 കിട്ടി.
ഇനി ഒരു വർഷത്തേക്ക് 20% പെർ ആനം എന്നാണ് പറയണത്. അപ്പോൾ ഒരു വർഷത്തേക്ക് 20 ആണെങ്കിൽ ഇനി നമുക്ക് എത്ര വർഷത്തെയും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം? 2/5 ഇയറിനെ കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻറ്റു 20 അല്ലേ ചെയ്യണ്ടേ? അപ്പോൾ അത് എത്ര വന്നു? 8% എന്ന് പറഞ്ഞു. അപ്പോൾ 2 വർഷത്തെ സക്സസീവ് നമുക്ക് 44 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഒന്നും കൂടിയും ഇത് സക്സസീവിലിടണം. ഇതൊന്നും കൂടിയും സക്സസീവിലിടാം. വീണ്ടും നമ്മൾ സക്സസീവിലിടുക. അപ്പോൾ ഇവിടെ എത്ര ആയിരുന്നു? 52 ആയി. ഇപ്പുറത്ത് എത്ര വന്നു? 44 ഇൻറ്റു 8/100 എന്ന് കിട്ടി. എനിക്ക് 11 മൾട്ടിപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 8 × 4 ആദ്യം ചെയ്യും. അപ്പോൾ അതെനിക്ക് എത്ര കിട്ടി? 32 കിട്ടി. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഞാൻ പറയാറ് സാൻഡ്വിച്ച് ചെയ്യുക എന്നാണ്. അപ്പുറവും ഇപ്പുറവും 2 0 ഇട്ട് കൊടുക്കും. 2 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് അഡ്ജസ്റ്റൻ്റ് ആയുള്ള ഞാൻ ആഡ് ചെയ്യും. 2 + 0 2. 3 + 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 വരും. 3 + 0 എത്ര വരും? 3 വരും. /100 ഉണ്ട് കേട്ടോ നമ്മുടെ അവിടെ. അപ്പോൾ 2 ഡെസിമലിലേക്ക് കുത്തിട്ടു. അപ്പോൾ ഇത് എത്രയായി? 52 + 3.52. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായി? 55.52. ഞാനിത് മായ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥലമില്ല, അതുകൊണ്ടാണ് മായ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 55.52% ഓഫ് എത്രയാണ് കാണണ്ടേ? 7200. അപ്പോൾ 7200ൻ്റെ ഇത് കാണണം. 55.52% കാണണം. അപ്പോൾ ഞാൻ ആദ്യം 50% കാണാൻ എന്ത് ചെയ്യുക? നമ്മുടെ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 100%. കറക്റ്റ് ആ നമ്പർ എന്ന് പറഞ്ഞാൽ 100%. അത് ഓക്കെ ആണല്ലോ? 100% ആണ്. അപ്പോൾ 50% കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് ആണല്ലോ. അപ്പോൾ 7200ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 3600. കുഴപ്പമില്ലല്ലോ. അപ്പോൾ 50% കാര്യം തീരുമാനമായി. 3600 ഇനി എനിക്ക് 55 ആവാൻ എന്ത് വേണം? 5% വേണം. 5% കാണാൻ വേണ്ടി എന്ത് ചെയ്തു? 10% ആദ്യം കണ്ടു. 720 10% ആണെങ്കിൽ 5% കാണാൻ ഈ 720ൻ്റെ ഹാഫ് ചെയ്താൽ പോരെ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ നേരത്തെ ഹാഫ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 50% കിട്ടി. വീണ്ടും എന്ത് ചെയ്തു? 10% കണ്ടപ്പോൾ 720. ഇനി അതിൻ്റെ ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 5%. അപ്പോൾ 720ൻ്റെ ഹാഫ് ചെയ്തപ്പോൾ എത്ര എനിക്ക് കിട്ടി? 360 കിട്ടി. കുഴപ്പമില്ലല്ലോ. ഇനി എന്താ വേണ്ടത്? 0.5% ആണ് വേണ്ടത്. അപ്പോൾ 10% കണ്ടു. ഇനി ഞാനത് 0.1% കണ്ടിട്ട് അതിൻ്റെ 5% കാണുന്നു. 1% കാണുന്നു. 0.1% കാണുന്നു. അല്ലെങ്കിൽ 1%ൻ്റെ ഹാഫ് കാണുന്നു. നമുക്ക് 1%ൻ്റെ ഹാഫ് കാണാം. ഇത് 10%, ഇത് 1%. 1% എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 72. ഡെസിമൽ ഞാൻ ഓരോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ പറയണത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ചിലപ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എത്ര കിട്ടി? 772 എന്ന് കിട്ടി നമുക്ക് 1%. അപ്പോൾ 1%ൻ്റെ ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.5% കിട്ടും. കുഴപ്പമില്ലല്ലോ. ഹാഫ് ചെയ്യണോ? അപ്പോൾ എത്ര വന്നു? 36 വരണം. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യണം. 6 9 9 3. നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ആൻസർ എത്ര എന്ന് പറയാം? ഓപ്ഷൻ ഡി എന്ന് പറയാം. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരം ഓപ്ഷൻ ഡി തന്നെ. 3996 വരെ വന്നു. ഇനി ഒരു 0.02 കൂടി ആഡ് ചെയ്യാണ്ട്, അപ്പോൾ അത് ചെയ്യുമ്പോൾ അതായിരിക്കും ആൻസർ. ഒരിക്കലും എക്സാക്റ്റ് ആൻസർ തപ്പി പോവായിരിക്കുമോ. എക്സാമിൽ മാക്സിമം ഓപ്ഷൻ്റെ ഹെൽപ്പ് നമ്മൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആവും നമ്മുടെ പ്രോബ്ലങ്ങൾ. ഇനി അടുത്ത പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അടുത്ത പ്രോബ്ലം. എ സം ഓഫ് 3430 വാസ് ഇൻവെസ്റ്റഡ് അറ്റ് എ റേറ്റ് ഓഫ് 2/7% per annum compounded annually. Find amount after 3 years. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റേഷ്യോ വെച്ച് ഇതൊക്കെ ഈസിയായി ചെയ്യാമെന്ന്. അപ്പോൾ 14.2/7%. നമ്മൾ കുറച്ച് റേഷ്യോകളും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേഴ്സൻറ്റേജും പഠിച്ചു വെക്കണം. പേഴ്സൻറ്റേജിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരെണ്ണമാണ് എന്ത്? 14
2/7%. അപ്പോൾ 14 2/7% നമുക്ക് എത്രയെന്ന് എഴുതാം? 14 2/7% എന്ന് പറഞ്ഞാൽ ഇത് 1/7 ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 14 × 7 + 2/7 × 100 ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഭേദം കുറച്ചെണ്ണം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതെൻ്റെ പ്രിൻസിപ്പളാണ്, ഇതെൻ്റെ ഇൻട്രസ്റ്റ് ആണ്, ഈ 1 ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എമൗണ്ട് ഇതും റേഷ്യോ ആക്കി എഴുതാം. എത്രയാവും? 7 എൻ്റെ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് എന്ത്? എമൗണ്ട്. അപ്പോൾ എൻ്റെ എമൗണ്ട് എന്താണ്? 8 അപ്പോൾ പ്രിൻസിപ്പളും എമൗണ്ടും കിട്ടി. എത്ര വർഷത്തെ കാര്യം പറയണേ? 3 വർഷത്തെ കാര്യം. 3 വർഷമാകുമ്പോൾ എന്ത് ചെയ്യണം? ക്യൂബ് ചെയ്യണം. 7ൻ്റെ ക്യൂബ് എത്രയാണ്? 343. 7ൻ്റെ ക്യൂബ് കിട്ടി. 8ൻ്റെ ക്യൂബ് എത്രയാണ്? 512. അപ്പോൾ ഈ 333 നമുക്ക് റേഷ്യോയിൽ കിട്ടിയതാണ്. ക്വസ്റ്റ്യനിൽ എത്ര തന്നേക്കണേ? 3430 എന്ന് തന്നേക്കണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? ഇവിടെയും ഫാക്ടർ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5120. 7ൻ്റെ ക്യൂബ് ആണ് 3430 എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പുറത്ത് നമ്മൾ എഴുതുക 5ൻ്റെ ക്യൂബ് ഓപ്ഷനിൽ നോക്കുക 512 ഇൻറ്റു സംതിങ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലങ്ങൾ എക്സാമുകൾക്ക് ചെയ്യേണ്ടത്. ഇത് ഡെമോൺസ്ട്രേഷന് വേണ്ടി എഴുതി കാട്ടിയെന്ന് മാത്രം. ഓക്കെ ആണോ ഈ പ്രോബ്ലം? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നോക്കാം. ഇവിടെ 10 ആയതുകൊണ്ട് ഈസിയായി. സപ്പോസ് വേറെ നമ്പേഴ്സൊക്കെ വരാം. അപ്പോൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. മറ്റ് ഓപ്ഷനുകളല്ലാത്തത് എലിമിനേറ്റ് ചെയ്യുക. തെറ്റായ ഉത്തരങ്ങൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിയായ ഉത്തരത്തേക്ക് എത്തും. അങ്ങനെയും പ്രോബ്ലങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാമല്ലോ. അപ്പോൾ അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ മണി വിച്ച് ഈസ് കോമ്പൗണ്ടഡ് ഫോർ 2 years അറ്റ് ദ റേറ്റ് ഓഫ് 10% വിൽ ബി. അപ്പോൾ നമുക്ക് നോർമലി തന്നെ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ 10%ൻ്റെ റേഷ്യോ എന്താണെന്ന് ആദ്യം എഴുതി വയ്ക്കുക. 10%ൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 1/10 ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ 10 പ്രിൻസിപ്പളെങ്കിൽ 11 എന്ത്? എമൗണ്ട്. എത്ര വർഷത്തെ കാര്യമാണ് ചോദ്യം? 2 years കാര്യമാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. 2 years ആണെങ്കിൽ സ്ക്വയർ ചെയ്യണം. കുഴപ്പമില്ലല്ലോ, ആർക്കും കുഴപ്പമില്ലല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണേ? ഫൈൻഡ് ദ മണി വിച്ച് കോമ്പൗണ്ടഡ് 2 years അറ്റ് ദ റേറ്റ് ഓഫ് 10% വിൽ ബി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ഈ 121 നമുക്ക് റേഷ്യോയിൽ 121 കിട്ടിയത്, റേഷ്യോയിൽ 121 കിട്ടിയതിൻ്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 8470 പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഈ 121 എന്തുകൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 8470 വന്നത്. ആ എന്തുകൊണ്ടോ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ 0 അവിടെ നിൽക്കട്ടെ. 1 എന്ന് പറയുന്ന നമ്പർ 7 ലാസ്റ്റ് ആവണമെങ്കിൽ അതെന്തുകൊണ്ടാവും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? 7 കൊണ്ടായിരിക്കും. ഒരു 0 ഉള്ളത് കൊണ്ട് അത് എത്രയായിരിക്കും? 70. ഡൗട്ടുള്ളവർ 121 ഇൻറ്റു 7 ഒന്ന് ചെയ്ത് നോക്കി. ഓക്കെ, 7 14 7 8 വന്നാ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും ലാസ്റ്റ് ഡിജിറ്റുകൾ മാത്രം വെച്ച് ചെക്ക് ചെയ്യുക. മൊത്തത്തിൽ ഇങ്ങനെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യരുത്. നിങ്ങളും അങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ട് ഏതാണ് ആവശ്യം അത് നോക്കാം. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 70 ആയിരുന്നു. അപ്പോൾ നമ്മുടെ എമൗണ്ട് 8470 ആണെങ്കിൽ ഒരു റേഷ്യോയുടെ ഒരു സൈഡിൽ ഒരു ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റേ ഭാഗത്തും അത് വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 70 30. നമുക്ക് ഓപ്ഷൻ എ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇനി അടുത്ത പ്രോബ്ലം, എ സർട്ടൈൻ സം ഓഫ് മണി ബിക്കംസ്. നേരത്തെ ചെയ്തതിൻ്റെ ഒരു റിവേഴ്സ് എന്ന് പറയാം. എ സർട്ടൈൻ മണി ബിക്കംസ് 2.5 times itself in 2 years. അപ്പോൾ
മണി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, പ്രിൻസിപ്പൾ 1 ആണെങ്കിൽ അത് 2.5 ടൈംസായി, 2.5 ടൈംസായി അതല്ലേ പറയണേ. അപ്പോൾ 1 × 2.25 ടൈം എന്ന് പറയണതല്ലേ 2.25. അപ്പോൾ പ്രിൻസിപ്പൾ 1 എടുത്ത എമൗണ്ട് എത്ര കിട്ടി? 2.25 കിട്ടി. 2 ഇയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് എടുക്കണം. നേരത്തെയൊക്കെ നമ്മൾ സ്ക്വയർ ചെയ്തു, അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ഇതതിൻ്റെ റിവേഴ്സ് പ്രോബ്ലമാണ്. അപ്പോൾ നേരത്തെ സ്ക്വയർ ചെയ്തതിൻ്റെ നോർമൽ റേഷ്യോയ്ക്ക് വരുത്താൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ ഇത് 15 ആണെങ്കിൽ എന്താണ്? 225 ആണ്. അപ്പോൾ 2.25 എന്ന് പറയുമ്പോൾ 1.5 സ്ക്വയറാണ്. അപ്പോൾ നമ്മുടെ റേഷ്യോ എത്ര കിട്ടി? ഇത് 2 ഇയറിൻ്റെ കാര്യമാണ്, ഈ 1ഉം 2.25. ഇപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ഇയറിൻ്റെ കിട്ടി. ഇനി ഇത് 3 ഇയറിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ നമ്മളത് എന്ത് ചെയ്യും? ക്യൂബ് റൂട്ട് എടുക്കും. 4 ഇയർ ആണെങ്കിൽ എന്ത് ചെയ്യും? റയറായിട്ടാണ് 4 ഇയറൊക്കെ ചോദിക്കുള്ളൂ, 4th റൂട്ട് എടുക്കും. അങ്ങനെ എത്രയാണോ പറയണത് അതിൻ്റെ റൂട്ട് എടുക്കും. അപ്പോൾ നമ്മുടെ റേഷ്യോ ഇപ്പോൾ എന്താ? 1 ഉള്ളത് 1.5 ആയി. അതാണ് ഫസ്റ്റ് ഇയറിൻ്റെ കാര്യം. അപ്പോൾ പ്രിൻസിപ്പൾ ഇതാണ്, എമൗണ്ട് ഇതാണ്. അപ്പോൾ നമുക്ക് എത്ര പേഴ്സൻറ്റേജിലാണ് കൂടിയെന്ന് അറിയണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? എത്ര കൂടി? ഞാനിങ്ങനെ ചെയ്യാറ്. എത്ര കൂടി? 0.5 കൂടി. എന്തിനപേക്ഷിച്ച്? 1 0.5/1 എന്ന് പറഞ്ഞാൽ എത്ര വരും വാല്യൂ? 1/2 വരും. ചിലർ ഇൻറ്റു 100 ഒക്കെ ചെയ്യും. 1/2 എന്ന് പറഞ്ഞാൽ 50% നമുക്ക് മനസ്സിൽ അപ്പം തന്നെ വരും. വെറുതെ ഒരു ഇൻറ്റു 100 ഇട്ട് വീണ്ടും ആ 2നെ കട്ട് ചെയ്ത് 50% എന്ന് എഴുതി സമയം കളഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള GK-യിലെ ചില ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? 1/2 കണ്ടപ്പോൾ തന്നെ 50% ആണ് നമ്മൾ ഈസി ആയിട്ട് പിക്ക് ചെയ്യണം. ഓക്കെ ആണോ? നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. If 2000 becomes 2420 at the rate of 10% compound interest in certain time of period, then find the time of period. അപ്പോൾ 2000 രൂപ 2420 രൂപയായി എന്നാണ് അവർ പറയണത്. 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്. അത് എത്ര വർഷം എടുത്തു എന്നാണ് ചോദ്യം. അപ്പോൾ 2000 നമ്മുടെ പ്രിൻസിപ്പളാണെങ്കിൽ, 2000 നമ്മുടെ പ്രിൻസിപ്പളാണ്, എമൗണ്ട് 2420 ഇങ്ങനെയാണല്ലോ പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ എത്ര ഇൻട്രസ്റ്റ് വന്നു എന്ന് നോക്കി. 420 2000 രൂപയ്ക്ക് 420 രൂപ ഇൻട്രസ്റ്റ് വന്നു. അതാണല്ലോ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവുക. ആലോചിച്ച് നോക്കിയാൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ മീനിങ് അതല്ലേ. പ്രിൻസിപ്പളിന് എത്ര ഇൻട്രസ്റ്റ് വന്നു, അതാണല്ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് എത്ര വന്നു? ഇത് 21 വന്നു അല്ലേ? 21/100 എന്നല്ലേ വന്നേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 21% അല്ലേ? അപ്പോൾ 21% വരണം 10% കോമ്പൗണ്ടിൽ. നമ്മൾ 10 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 10നെ 2 വർഷം 2 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 10നെ 2 വർഷം വെച്ച് ചെയ്ത് നോക്കിയൊക്കെ. ആദ്യത്തെ വർഷം 10, നമ്മുടെ സക്സസീവിൻ്റെ സിമ്പിൾ ഫോർമുല 10 + 10 20, 20 + 10 × 10 100/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 21 കിട്ടി. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 2 ഇയർ ആണ്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ടൈപ്പ് പ്രോബ്ലങ്ങൾ ചെയ്യാം. ഇനി അടുത്തൊരു പ്രോബ്ലം. എ സം ഓഫ് എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഫോർ 2 ഇയർ അറ്റ് എ റേറ്റ് ഓഫ് 20%. അപ്പോൾ 2 വർഷത്തേക്ക് 20% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഹാഡ് ദ ഇൻട്രസ്റ്റഡ് ബീൻ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പോൾ ഇത്ര നാൾ ചെയ്തത് ഇൻട്രസ്റ്റഡ് ഇയർലി ആയിരുന്നു. അപ്പോൾ ഹാഫ് ഇയർലി ആണെങ്കിൽ ആൾക്ക് 723 രൂപ കൂടുതൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ
ആൾ ഇൻവെസ്റ്റ് ചെയ്ത ആ പ്രിൻസിപ്പൽ, ആ ഇട്ട എമൗണ്ട് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പേഴ്സൻറ്റേജ് വെച്ച് തന്നെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ 2 വർഷത്തേക്ക് 20% ഇൻട്രസ്റ്റിൽ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 20 + 20 20 സ്ക്വയർ ബൈ 100. 20 40, 400/100, 44% വരുന്നത്. ഇനി ഹാഫ് ഇയർലി ആണ്. 2 വർഷം എന്ന് പറഞ്ഞാൽ എല്ലാ 6 മാസത്തിലും ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഹാഫ് ഇയർലി ആണ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യണതെന്ന് വെച്ചെങ്കിൽ ഓരോ 6 മാസത്തിലും ആൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതാണല്ലോ അതിൻ്റെ മീനിങ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ 2 വർഷം എന്ന് പറയുമ്പോൾ 4 സെറ്റ് വന്നു. 4 പ്രാവശ്യം ആൾക്ക് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്ത് വരും. അതാണ് അതിൻ്റെ മീനിങ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തത് ഇയർലി ആയതുകൊണ്ട് 20% കോമ്പൗണ്ട് ചെയ്തു എന്നാണ്. 12 മാസത്തേക്കാണ് 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇത് ഹാഫ് ഇയർലി ആവുമ്പോൾ 12 മാസത്തേക്ക് 10% ആണെങ്കിൽ 6 മാസത്തേക്ക് 12 മാസത്തേക്ക് 20% ആണെങ്കിൽ 6 മാസത്തേക്ക് ഇത് 10 അല്ലേ ആവുള്ളൂ. 12 മാസത്തേക്ക് 20 ആണെങ്കിൽ 6 മാസത്തേക്ക് അതിൻ്റെ പകുതിയല്ലേ വരുള്ളൂ. അപ്പോൾ 10% വെച്ച് 4 വർഷം. അതാണല്ലോ അതിൻ്റെ മീനിങ്. കുഴപ്പമില്ലല്ലോ. 10 വർഷത്തേക്ക് 10 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് 4 വർഷം. നമുക്ക് 10ൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയാം. ആദ്യത്തെ നമ്മൾ ചെയ്തു. 10 + 10 എത്ര കിട്ടി? 20. 21% കിട്ടി. 21% പ്ലസ് വീണ്ടും 10% ചെയ്യുമ്പോൾ വീണ്ടും സക്സസീവ് ഇടാം. ഇത് ഇത്തിരി വലിയ പ്രോബ്ലമാണ്. പ്ലസ് 21 × 10/100. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 31 പ്ലസ് 2.1 എന്ന് പറയുമ്പോൾ അത് എത്ര കിട്ടി? 3 വർഷത്തേക്കാണെങ്കിൽ 33.1 നമുക്ക് വരാം. നമുക്ക് പക്ഷേ 4 പ്രാവശ്യത്തെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം 1 കൂടി ചെയ്യണം. പ്ലസ് 10 × 33.1/100. എനിക്കറിയാം ഇത് ഡയറക്റ്റ് ഉത്തരം എനിക്കറിയാം. 4 വർഷത്തേക്ക് കോമൺ ആയിട്ട് ചോദിക്കണ ചോദ്യം ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് ഇതിങ്ങനെ ചെയ്ത് കാട്ടുന്നു. കുറച്ച് വാല്യൂസ് കാണാണ്ട് പഠിച്ചാൽ പ്രോബ്ലം ഈസിയാവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 33.1 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 43.1 പ്ലസ് 3.31 അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇവിടെ 3 ആണ് കേട്ടോ. 46.41. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഞാൻ ഇതൊക്കെ മാറ്റി കളയാം. എന്നാലും ഇനി പ്രോബ്ലം ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ സക്സസീവ് ഇട്ട് നമുക്ക് എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമ്മൾ എത്ര കിട്ടി? 46.41 കിട്ടി. അപ്പോൾ ഈ ഗ്യാപ്പ് ആണ് എത്ര എന്ന് ക്വസ്റ്റ്യനിൽ തന്നേക്കണേ. ഈ ഗ്യാപ്പ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നേക്കണേ? 723 തന്നിട്ടുണ്ട്. അപ്പം 44ൻ്റെയും 44% എന്ത് കിട്ടുക? 20% വെച്ച് 2 ഇയർ. അതേസമയം ഇത് ഹാഫ് ഇയർലി ആയിട്ടാണ് കോമ്പൗണ്ട് ചെയ്യണേ എങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് ആവും? 46.41 ആവും. അപ്പോൾ ഈ വ്യത്യാസമാണ് 723 തന്നേക്കണേ. അപ്പോൾ നമ്മുടെ പേഴ്സൻറ്റേജിലുള്ള വ്യത്യാസം എത്രയാണ്? 44, 46.41, 45, 46. അപ്പോൾ എത്ര കിട്ടി? 2.1
441 കിട്ടിയല്ലോ. ഇതാണ് എന്ത് 723 എന്ന് പറഞ്ഞേക്കണം. 723. അപ്പോൾ ഇനി നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ലാസ്റ്റ് ഡിജിറ്റ് 3 വരണം അല്ലേ? ഞാൻ ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 723/241 ചെയ്യാന്നെങ്കിൽ 2 0 കൂടി ഇട്ട് കൊടുക്കുക ഡെസിമൽ നിൽക്കാൻ. അപ്പോൾ 0 നിൽക്കട്ടെ, ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് നോക്കുമ്പോൾ 3 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 241 എന്ന് പറയുമ്പോൾ 3 12 2 6 1 7 723. അപ്പോൾ 1% കാണാൻ ഇപ്പോൾ 2.14% 723 ആണെങ്കിൽ 1% കാണാൻ 241 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിന് ഡെസിമൽ നീക്കാൻ 2 0 ഇട്ടു. നമുക്ക് 1% എന്ന് പറയുന്നത് എത്ര കിട്ടി? 300 എന്ന് കിട്ടി. നമുക്ക് 1% 300 കിട്ടി. 1% 300 കിട്ടി. കുഴപ്പമില്ലല്ലോ ആർക്കും. 1% 300 കിട്ടി. പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ 100%. പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ 100%. പ്രിൻസിപ്പൾ 100%. 1% 300 ആണെങ്കിൽ 100% എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 300 2 0. ഇത് നമ്മുടെ ഏതാ ഓപ്ഷൻ? 300 2 0 വരുന്ന ഓപ്ഷൻ ഏതാ? സി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ വരുന്നത്. സി ഓപ്ഷനാണ്. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത പ്രോബ്ലം ചെയ്യാം. നമുക്ക് റേഷ്യോ ആണ് ക്വസ്റ്റ്യനിൽ മൊത്തം. അപ്പോൾ നമുക്ക് ആ പേഴ്സൻറ്റേജ് തന്നിട്ട് റേഷ്യോ ആക്കണം. നമുക്ക് ആക്കാം. 2580 വാസ് ഇൻവെസ്റ്റഡ് ഫോർ 3 years അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഈഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 2580 രൂപ ഇട്ടു 3 വർഷത്തേക്ക്. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഇയർ 16.2/3%. അവിടെ 2 ആണ് കേട്ടോ, കട്ട് ചെയ്ത് വന്നപ്പോൾ പ്രശ്നം ചെയ്താൽ 2/3% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? നമുക്കത് 1/6 ആണ്. എനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 48 16 × 3 48 48 2 50 50/300 50/3 × 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/6 കിട്ടും. അപ്പോൾ നമ്മുടെ ഇത് പ്രിൻസിപ്പളാണ്, ഇത് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പ്രിൻസിപ്പൾ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പുറത്ത് എന്ത് എഴുതണം? എമൗണ്ട് എഴുതണം. അപ്പോൾ എത്ര കിട്ടി? ഇവിടെ 7 കിട്ടി. രണ്ടാമത്തെ ഇയറിൽ 28 4/7%. അത് 2/7 ആണ്. കുറച്ച് വാല്യൂസ് നമ്മൾ പഠിച്ചേക്കണം. അല്ലെങ്കിൽ 28 × 7 + 4/7 ഇൻറ്റു 7ൻ്റെ ഒപ്പം ഒരു 100 ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. വാല്യൂ അറിയുമെന്ന് വെച്ചാൽ എളുപ്പമാണ്. അപ്പോൾ പ്രിൻസിപ്പൾ 7 ഇൻട്രസ്റ്റ് 2. അപ്പോൾ 7 9. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് 22 2/9% എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ് വരുന്നത്? 22 2/9% എന്ന് പറഞ്ഞാൽ 11 ആയതുകൊണ്ട് 2/9 ആണ് വരുന്നത്. അപ്പോൾ 9 ആണ് നമ്മുടെ പ്രിൻസിപ്പൽ. ഡിനോമിനേറ്ററാണ് എപ്പോഴും പ്രിൻസിപ്പൽ. ഇൻട്രസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എമൗണ്ട്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലം. അപ്പോൾ ഇനി 6 × 7 × 9 7 × 9 × 11 ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് ചെയ്തിട്ട് വെട്ടിക്കളയാൻ നിൽക്കരുത്. ഇപ്പം തന്നെ കാണണത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്താണ്? 6:11 ആണ്. അപ്പോൾ ഈ 6 നമ്മുടെ പ്രിൻസിപ്പൽ. ക്വസ്റ്റ്യനിൽ പ്രിൻസിപ്പൽ എത്ര തന്നിട്ടുണ്ട്? 2580 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 6ന് ഈക്വലൻ്റ് ആയതാണ് 2580. അപ്പോൾ ഈ 6 ആണ് 2580. ചിലർ പറയും 6x ആണ്. ഞാൻ x എഴുതാറില്ല. ഒരേ പ്രാവശ്യം നമ്മൾ x എഴുതി പോകുമ്പോൾ അത്രയും ടൈം പോകും. ഒരു പ്രോബ്ലത്തിൽ 3 പ്രാവശ്യം x എഴുതാമെന്ന് പറഞ്ഞാൽ നമുക്ക് സമയം നഷ്ടമല്ലേ? അപ്പോൾ 6 ഞാൻ x എഴുതാറില്ല. അപ്പോൾ നമ്മളെ ചോദ്യം ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 11 കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇതിൽ 6 പ്രിൻസിപ്പൾ ആണെങ്കിൽ എമൗണ്ട് 11 ആണെങ്കിൽ
ഇതിലെ ഇൻട്രസ്റ്റ് എത്രയാണ്? ഈ ഗ്യാപ്പ് ആയിരിക്കുമല്ലോ ഇൻട്രസ്റ്റ്. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ആയ 5 ആണ്. 6,2580 ആണെങ്കിൽ 6,2580 ആണെങ്കിൽ 1 എത്രയാണെന്ന് കാണാം. ചിലർ എക്സ് പറയും, ഞാൻ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ 1 കാണാൻ 6 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എത്ര കിട്ടി? 24 വരെ പോകുമ്പോൾ 4 കിട്ടി. ബാക്കി 1 18-ൽ 3 430 കിട്ടി. അപ്പോൾ ഫാക്ടർ 430. നമുക്ക് ചെയ്യേണ്ടത് 5 × 430 15, ബാക്കി 1 21 21 5 0 2150 നമ്മുടെ ഓപ്ഷൻ എ. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.